ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സ്ക്രീൻ വിസിബിൾ അല്ലേ? യെസ് മിസ്. ഓക്കെ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു ന്യൂ മെത്തേഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ ഒരു രണ്ടാമത്തെ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഒരു ബീം തന്നിട്ടുണ്ട്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിലെന്താണ്? സപ്പോർട്ട് എയിൽ ഒരു ഫിക്സഡ് സപ്പോർട്ടാണ്, ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും റോളർ സപ്പോർട്ട്, രണ്ട് പോയിന്റ് ലോഡ് ഉണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താ? സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കാണാം. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ R-3, ടോട്ടൽ നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ -3, രണ്ട് റിഡൻഡന്റ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം റിഡൻഡന്റ് ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 3 തരത്തിൽ എടുക്കാം. ഒന്ന് വി ബി വി സി എടുക്കാം. ദെൻ വി ബി വി സി നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എന്തായി? കാന്റിലിവർ ബീമായി. ദെൻ എം എ വി ബി. എം എ എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡില് നമ്മളെ മൊമെന്റ്. ദെൻ വി ബി എന്ന് പറയുന്നത് നടുക്കത്തെ റോളർ സപ്പോർട്ടിലെ വെർട്ടിക്കൽ റിയാക്ഷൻ. സോ അത് രണ്ടും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ വീണ്ടും ഡിറ്റർമിനേറ്റ് ആണ്. അതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കും. ദെൻ മൂന്നാമതെന്ന് പറയുന്നത് ഫിക്സഡ് എൻഡിലെ മൊമെന്റും ദെൻ എം ബി, അതായത് നടുക്കത്തെ സപ്പോർട്ടിൽ വരുന്ന മൊമെന്റ്, സപ്പോർട്ട് മൊമെന്റ് എന്ന് പറയുന്നതും നമ്മൾ റിമൂവ് ചെയ്യാണ്. പിന്നെ കിട്ടുന്ന ഒരു അപ്പോൾ അത് രണ്ടും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ആൻ ഇന്റേണൽ ഹിഞ്ച്. നടുക്കൊരു ഇന്റേണൽ ഹിഞ്ച് മൊമെന്റ്, സപ്പോർട്ടിലെ മൊമെന്റ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റൊട്ടേഷൻ പോസിബിൾ ആണ്. അപ്പം ഒരു മെമ്പറിന്റെ നടുക്ക് റൊട്ടേഷൻ പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇന്റേണൽ ഹിഞ്ച് ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതായിരുന്നു സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കണം. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള റിഡൻഡന്റ് ഫോഴ്സ്, ഇവിടെ വി ബിയും വി സി ആണ് റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് എടുത്തത്. അതിനെ ഞാൻ P1 ആൻഡ് P2 എന്ന് പറയുന്ന രണ്ട് ലോഡായിട്ട് കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് ഈ P1നും P2നും യൂണിറ്റ് വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കുകയാണ്. അതായത് യൂണിറ്റ് വാല്യൂ P1 1 കൊടുത്താൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 1 ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 2. സിമിലർലി P2ന് വാല്യൂ 1 കൊടുത്താൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 1 ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 2. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തു. എങ്ങനെ? നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഒരു ലോഡ് ആക്ട് ചെയ്യുന്ന അതേ പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ കാന്റിലിവറിന്റെ കേസിൽ W(A³/3EI). എ എന്ന് പറയുന്നത് എത്ര മാറിയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഫ്രീ എൻഡിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ് WA²/2EI L-A/3. L എന്ന് പറയുന്നത് ടോട്ടൽ സ്പാൻ, എ എന്ന് പറയുന്നത് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഈ രണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? F11 കിട്ടും, F21 കിട്ടും. അതായത് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 1 ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 2 ഡ്യൂ ടു ലോഡ് അറ്റ് 2. സിമിലർലി രണ്ടാമത്തെ ലോഡ് P2 1 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റിലെ ഡിസ്പ്ലേസ്മെന്റും സെക്കൻഡ് കോർഡിനേറ്റിലെ ഡിസ്പ്ലേസ്മെന്റും കിട്ടും. അത് നമുക്ക് F21 കിട്ടും, F22 കിട്ടും. ദെൻ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് 2/2 മെട്രിക്സ് ആയിരിക്കും. എത്രയാണോ നമ്മൾ റിഡൻഡന്റ് റിയാക്ഷൻ കിട്ടിയത് ഓർ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കിട്ടിയത് സെയിം വാല്യൂ തന്നെയായിരിക്കും ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ് അതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ F21 ഈക്വൽ ടു F12. അപ്പൊ നമുക്ക് F12 ഓൾറെഡി കണ്ടുപിടിച്ചാൽ F21 പിന്നെ കണ്ടുപിടിക്കണ്ട. അങ്ങനെ നമുക്ക് കിട്ടിയ വാല്യൂസ് ആണ് F11 1000/3EI and F21 equal to F12 equal to 2500/3EI and F22 equal to 8000/3EI. ഈ വാല്യൂസ് എല്ലാം നമ്മൾ എടുത്ത് എഴുതി. ഇതാണ് നമ്മള് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ഓക്കെ. അപ്പൊ ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണ്? ഇപ്പൊ ഇതുവരെ എന്താ കിട്ടി? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കിട്ടി നമുക്ക്, അല്ലെ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെൽറ്റ. നല്ലല്ലേ? നമുക്ക് ഡയറക്ട്ലി നമ്മൾ എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ്? നമ്മൾ എപ്പോഴും നമുക്ക് റിഡൻഡന്റ് ഫോഴ്സുകൾ കണ്ടുപിടിക്കണം. ആ റിഡൻഡന്റ് ഫോഴ്സുകൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? F(P) = ഡെൽറ്റ എന്നാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി F ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെൽറ്റയാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ. അപ്പം സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഡെൽറ്റ. ഡെൽറ്റ മെട്രിക്സ്. സോ ഈ മെത്തേഡിൽ ഡെൽറ്റ നമ്മൾ കണ്ടുപിടിക്കുന്നത്, നേരത്തെ നമ്മൾ ഡെൽറ്റയ്ക്ക് വാല്യൂ എന്താണ്? ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 1ഉം ഡിസ്പ്ലേസ്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇവിടെ നമ്മൾ ഡയറക്ട്ലി ഡെൽറ്റ കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചു. ആൻഡ് ഡെൽറ്റയെ നമ്മൾ
ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പോവാണ് കോൺജുഗേറ്റ് ബീം മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഡെൽറ്റ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ ഞാൻ ഒന്ന് വരച്ചു തരാം. ഇതാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിലിപ്പോ എന്താ എക്സ്റ്റേണൽ ലോഡും ഉണ്ട്, ദെൻ സപ്പോർട്ടും ഉണ്ട്. ബിയും സിയും എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻസും ഉണ്ട്. അപ്പൊ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് ഈ ലോഡ് കാരണം ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ സപ്പോർട്ട് കാരണം നമുക്ക് അപ്വേർഡ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഒരു ബീമില് സെറ്റിൽമെന്റ്, അതായത് ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡിഫ്ലക്ഷൻ ഒന്ന് നോക്കാം. ഇതിപ്പോ സപ്പോർട്ടിന്റെ സെറ്റ്, ഇത് സപ്പോർട്ട് കാരണം ഒരു സെറ്റിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്. ചില കേസിൽ ഇപ്പൊ നമുക്ക് സപ്പോസ് ഇൻ കേസ് ഓഫ് ഫൗണ്ടേഷൻ ഒക്കെ ഉള്ള കേസിൽ നമ്മൾ ബീം കൊടുത്താൽ ഫൗണ്ടേഷൻ സെറ്റിൽ ചെയ്താൽ, അതായത് സപ്പോർട്ട് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും. ഇപ്പം ഒരു എൻഡ് ഇതാണെങ്കിൽ സപ്പോർട്ട് തന്നെ സെറ്റിൽ ചെയ്ത് പോയാൽ ഇത് ഡിഫ്ലക്ഷൻ. അപ്പം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട് കാരണം ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഉണ്ട്, ആൻഡ് എക്സ്റ്റേണൽ ലോഡ്, ഈ ലോഡ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. സപ്പോർട്ടിന്റെ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് വെൻ നമുക്ക് ഡയറക്ട്ലി തരും സപ്പോർട്ട് ഇത്ര സെറ്റിൽ ചെയ്യുന്നുണ്ട് എന്ന്. അല്ലാത്ത പക്ഷം നമുക്ക് സപ്പോർട്ട് സെറ്റിൽമെന്റ് എടുക്കേണ്ട കാര്യമില്ല, ആ പ്രോബ്ലം നമുക്ക് വരും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് സപ്പോർട്ട് സെറ്റിൽമെന്റ് എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആകെ ലോഡ് കാരണം ഉണ്ടാവുന്ന സെറ്റിൽമെന്റ് ഓർ ഡിഫ്ലക്ഷൻ, ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതാണ് സപ്പോർട്ട് സെറ്റിൽമെന്റിന്റെ കേസ് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് മെൻഷൻ ചെയ്ത് തന്നെ തരും സപ്പോർട്ട് സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു മെമ്പറിൽ എക്സ്റ്റേണൽ ലോഡാ ഉള്ളത്. എക്സ്റ്റേണൽ ലോഡ് കാരണം എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു എന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആൻഡ് ഈ ഡെൽറ്റ മെട്രിക്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഡെൽറ്റ ജെ മൈനസ് ഡെൽറ്റ എൽ. ഇവിടെ ഡെൽറ്റ ജെ എന്ന് പറയുന്നതാണ് സെറ്റിൽമെന്റ് ഡ്യൂ ടു സപ്പോർട്ട്, ആൻഡ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ലോഡ്, എക്സ്റ്റേണൽ ലോഡ്. ഇവിടെ ഇപ്പൊ സപ്പോർട്ട് സെറ്റിൽമെന്റിന്റെ കേസ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഡെൽറ്റ ജെ എന്ന് പറയുന്നത് എന്താണ് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഡെൽറ്റ എൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ് മൈനസ് ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്. ഇവിടെ ഏതൊക്കെ എക്സ്റ്റേണൽ ലോഡ് ഉള്ളത്? സപ്പോർട്ടിനെ നമ്മൾ എക്സ്റ്റേണൽ ലോഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സപ്പോർട്ട് എന്താണ്, നമുക്ക് റിഡൻഡന്റ് ഫോഴ്സുകളാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നില്ല. ഇത് രണ്ടും കോർഡിനേറ്റ്സ് ആണ്, ബിയും സിയും നമ്മളെ കോർഡിനേറ്റ്സ്. നമുക്ക് ഇവിടത്തെയാണ്, അതായത് ബിക്കും സിക്കും എബൌട്ട്, ബിയും സിയും ആണ് നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്റ്സ്. ഈ കോർഡിനേറ്റിന് എബൌട്ട് ആയിട്ട് വേണം നമ്മൾ എന്ത് ലോഡ് കാരണം അല്ലെങ്കിൽ സപ്പോർട്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ബിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനെ ഞാൻ ഡെൽറ്റ 1 എൽ എന്ന് വിളിക്കുകയാണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് കോർഡിനേറ്റ് 1, ബി എന്ന് പറയുന്നതാണ് കോർഡിനേറ്റ് 1 ആൻഡ് സി എന്ന് പറയുന്നതാണ് കോർഡിനേറ്റ് 2. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് കോർഡിനേറ്റ് 1 ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുമ്പോൾ ബിയിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് അത് 240 കാരണം ഉണ്ടാവുന്നുണ്ട്, 120 കാരണം ഉണ്ടാവുന്നുണ്ട്. രണ്ട് ലോഡ് കാരണവും ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ രണ്ട് ലോഡും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ആഡ് ചെയ്യുക ഡിസ്പ്ലേസ്മെന്റ്. ദെൻ ഡെൽറ്റ 2L എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് കോർഡിനേറ്റ് 2 ഡ്യൂ ടു ലോഡ്, എക്സ്റ്റേണൽ ലോഡ്. 240 കാരണം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, 120 കാരണവും ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, ടോട്ടൽ ലോഡ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് ഡെൽറ്റ 1L പ്ലസ് ഡെൽറ്റ 2L.
സോറി, നമ്മളിത് മെട്രിക്സ് ഫോമിലാണ് എഴുതുക. അതായത് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് നമ്മൾ മെട്രിക്സ് ഫോമിലാണ് എഴുതുക. ഈ ഡെൽറ്റ എല്ലിനെയാണ് ഞാൻ മെട്രിക്സ് ഫോമിൽ ഡെൽറ്റ 1L ഡെൽറ്റ 2L എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഡെൽറ്റ 1L ആൻഡ് ഡെൽറ്റ 2L. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഡെൽറ്റ മെട്രിക്സ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഡെൽറ്റ മെട്രിക്സ് കണ്ടുപിടിക്കാൻ ആദ്യം ഫസ്റ്റ് ലോഡ്, ഈ രണ്ട് ലോഡ് കാരണം ഫസ്റ്റ് കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആണ് അല്ലെ. ഇവിടുത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് എന്താണ്, വി ഡിയും വി ബിയും വി സി ആണ്. വി ബി എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. വെർട്ടിക്കൽ ഫോഴ്സ് വന്നാല് ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്, അപ്പൊ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സപ്പോസ് ഇതൊരു മൊമെന്റ് ആണെങ്കിൽ, എം ബി ആണെങ്കിൽ, ഞാൻ കോർഡിനേറ്റ് 1ലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ മൊമെന്റ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് റൊട്ടേഷൻ ആണ്. അപ്പൊ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുക. നമ്മള് ഏതാണോ നമ്മുടെ കോർഡിനേറ്റ്, ഇവിടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് വി ബിയും വി സി ആണ്. വി ബി വി സി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, ലോഡ് കാരണം ഉണ്ടാവുന്നത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, മൊമെന്റ് ആണെങ്കിൽ റൊട്ടേഷൻ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് either ഡിസ്പ്ലേസ്മെന്റ് ആവാം അല്ലെങ്കിൽ റൊട്ടേഷൻ ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ഏതാണ് ടൈപ്പ് ഓഫ് ലോഡ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് വെർട്ടിക്കൽ ലോഡാണ്, അപ്പൊ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഞാൻ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട്, ഈ എനിക്കൊരു ബീമിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഈ ഒരു ലോഡിനെ, അതായത് രണ്ട് ലോഡ് സെപ്പറേറ്റ് ആക്കി വരയ്ക്കാം. ഇവിടെ എന്താണ് ബി സി, ഇവിടെ ബി, ഇത് സി, ഇവിടെ 240, then ഇത് 120. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഈ കിട്ടുന്ന നമ്മുടെ തന്നിട്ടുള്ള ബീം ആയിരിക്കും. ഇത് 10 മീറ്റർ, 10 മീറ്റർ. അപ്പൊ നമുക്ക് ടോട്ടൽ ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് വേണം, അതായത് ഇപ്പം 240 കാരണം ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, 120 കാരണം ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഒരു പോയിന്റ് ഫസ്റ്റ് ഒരു കോർഡിനേറ്റ് എടുക്കാം. അപ്പൊ ഞാൻ ആദ്യം, എനിക്ക് ഡെൽറ്റ 1L ആണ് കാണുന്നത്. ഡെൽറ്റ 1L എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റില് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്. ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ബി, ബിയിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് 240 കാരണം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, 120 കാരണം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ കോഞ്ചുഗേറ്റ് ബീം വരയ്ക്കാം. കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് യൂസ് ചെയ്യുക, അതാണ് എളുപ്പം. ഇതിന്റെ കോഞ്ചുഗേറ്റ് ബീം വരയ്ക്കുമ്പോൾ ഫിക്സ്ഡ് എൻഡ് ഫ്രീ ആയി, ഫ്രീ എൻഡിൽ ഫിക്സിറ്റി ആയി. ഇനി ഇത് കാരണം ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയിരിക്കും ഒറിജിനൽ ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയിരിക്കും കോഞ്ചുഗേറ്റ് ബീമിന്റെ ലോഡിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്, M/EA. സോ ഇവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഇതിന് ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ 240 ആണ്, 240 ഇതായിരിക്കും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരിക. ഇങ്ങനെയല്ലേ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരിക. കാന്റിലിവർ ആണെങ്കിൽ ആ ലോഡ് ആക്ട് ചെയ്യുന്നിടത്ത് നിന്ന് സപ്പോർട്ടിലേക്ക് ലീനിയർ ആയിട്ടായിരിക്കും ലോഡ് ഇൻറ്റു, നോക്കുക 240 ഇൻറ്റു ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് 5 അല്ലേ. അപ്പൊ ഈ മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 240 ഇൻറ്റു 5, എത്ര, 240 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 1200 ആയിരിക്കും സപ്പോർട്ടിലെ മൊമെന്റ് വരിക. ആൻഡ് കോഞ്ചുഗേറ്റ് ബീം വരയ്ക്കുമ്പോൾ കോഞ്ചുഗേറ്റ് ബീം എന്ന് പറയുന്നത് അതിന്റെ ലോഡിംഗ് M/EI ആണ്. അപ്പം 1200 ഡിവൈഡഡ് ബൈ EI ആണ് ഇവിടുത്തെ ലോഡിംഗ് ഡയഗ്രാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ബി ആണ്. സിമിലർലി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് സിയും കാണും. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് കോർഡിനേറ്റിൽ കാണാം, പ്ലസ് അടുത്ത ബീമിന്റെ കോഞ്ചുഗേറ്റ് ബീം ഡയഗ്രാം. അതായത് ഇതെന്താ ഫ്രീ എൻഡ് ആകും, ഇവിടെ ഫിക്സ്ഡ് എൻഡ് ആകും. ഇനി ഇവിടുത്തെ M/EI എന്ന് പറയുമ്പോൾ മൊമെന്റ് വരയ്ക്കുമ്പോൾ ഇവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് 120, ആൻഡ് സപ്പോർട്ടിലെ മൊമെന്റ് എന്ന് പറയുമ്പോൾ 120 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇവിടെ തൊട്ട് ഇവിടം വരെ ഈ ഒരു ഡിസ്റ്റൻസ് 5 ആണ്, 10 പ്ലസ് 5, 120 ഇൻറ്റു 10 പ്ലസ് 5 എന്ന് പറയുന്നത് 50. അപ്പം സപ്പോർട്ടിലെ മൊമെന്റ് എന്ന് പറയുന്നത് 120 ഇൻറ്റു 50 എത്ര വരും, 1800 എന്ന് വരും. അത് ആ മൊമെന്റ്
എടുത്തു വരയ്ക്കാം. ദെൻ മൊമെന്റ് ഡയഗ്രാം വരച്ചതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നോക്കാം, ഈ ഒരു മൊമെന്റ് എന്താണ്, ഇങ്ങനെയല്ലേ മൊമെന്റ് വരാം. ഹോഗിങ് സാഗിങ് ഡയറക്ഷൻ നോക്കാം. ഇപ്പൊ ഇതെന്താ, നെഗറ്റീവ് മൊമെന്റ് ആണ് വരിക. താഴോട്ടാണ് വരിക. മുകളിലേക്ക് വരച്ചാലും സൈൻ ഇട്ടാൽ മതി നെഗറ്റീവ് ആണെന്ന്. കാരണം ഇതെന്താണ്, താഴോട്ടാണ്. ഈ ബീം ബെൻഡ് ചെയ്യുന്നത് ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് ബെൻഡിങ് എന്ന് പറഞ്ഞാല് എന്താണ്, ഹോഗിങ് മൊമെന്റ് ആണ്. ഹോഗിങ് മൊമെന്റ് എന്താ, നെഗറ്റീവ് അല്ലേ. അപ്പം ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നെഗറ്റീവ് ആണ്, താഴോട്ടാണ് വരേണ്ടത്. താഴോട്ട് തന്നെ വരയ്ക്കാം. ഇതാണ് M/E ഡയഗ്രാം. നെഗറ്റീവ് വന്നത് മനസ്സിലായില്ലേ, താഴോട്ട് വന്നത്. സാധാ ഈ ഒരു കാന്റിലിവർ ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. ആ മൊമെന്റ് ഡിവൈഡഡ് ബൈ EI ലോഡിംഗ് ആയിട്ട് കാണിക്കും കോഞ്ചുഗേറ്റ് ബീം ആകുമ്പോൾ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 240 എന്ന് പറയുന്നത് താഴോട്ടാണ്. അപ്പൊ കാന്റിലിവർ ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹോഗിങ് ആണ്. ഹോഗിങ് എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. അതാണ് ഞാൻ താഴോട്ട് വരച്ചിട്ടുള്ളത്, നെഗറ്റീവ്. സിമിലർലി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മൊമെന്റ് എന്ന് പറയുന്നത് 1800 ആൻഡ് ഇതും എന്താണ്, ഡൗൺവേർഡ് ബെൻഡിങ് ആണ്. കാന്റിലിവർ ഡൗൺവേർഡ് ബെൻഡിങ് എന്ന് പറയുമ്പോൾ ഹോഗിങ് മൊമെന്റ് ആണ്. അതും നെഗറ്റീവ് ആയിരിക്കും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരിക താഴോട്ട്. ആൻഡ് അതിന്റെ സപ്പോർട്ടിൽ ഉണ്ടാവുന്ന മൊമെന്റ് 1800. മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരും, ഇതുപോലെ വരും. ഇതില് മൊമെന്റ് എന്ന് പറയുന്നത് 1800. കോഞ്ചുഗേറ്റ് ബീം ആവുമ്പോൾ M/EI അത് ഞാൻ ലോഡിംഗ് ആയിട്ട് കാണിക്കും. 5 മീറ്റർ, ഇത് എത്ര, 15 മീറ്റർ. ഇവിടെയാണ് ബി വരിക. ബി എന്ന് പറയുന്ന സെക്ഷൻ ഇവിടെ വരും. ഇനി എനിക്ക് എന്താ കാണേണ്ടത്, ബിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. അപ്പൊ കോഞ്ചുഗേറ്റ് ബീമില് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തെടുക്കാം, ഏരിയ മൊമെന്റ് എടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇത് കാരണം, ഈ ഒരു ഡയഗ്രാം കാരണം മൊമെന്റ് എടുത്താൽ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ കിട്ടും. ഇനി ഇത്രയും ഏരിയയുടെ ബിയിൽ അബൌട്ട് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആ വേണ്ടത്. അപ്പൊ നമുക്ക് ബിയിലൊക്കെ അബൌട്ട് ആയിട്ട് രണ്ടാമത്തെ കേസിൽ മൊമെന്റ് എടുക്കുമ്പോൾ ഇത്രയും മാത്രം ഏരിയ കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു അതിന്റെ സെൻട്രോയിഡ് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ മൊമെന്റ് അബൌട്ട് ബി കിട്ടും. കോഞ്ചുഗേറ്റ് ബീമിന്റെ മൊമെന്റ് അബൌട്ട് ബി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബീമിലെ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ബി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ലോഡ് കാരണമുള്ള മൊമെന്റ് കിട്ടി, ഓർ ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. സെക്കൻഡ് കേസിൽ 120 ലോഡ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കാണാനായിട്ട് ബിക്ക് അബൌട്ട് ആയിട്ട് വേണം നമ്മൾ മൊമെന്റ് കാണാനായിട്ട്. ബിക്ക് അബൌട്ട് ആയിട്ട് മൊമെന്റ് കാണാന്ന് പറയുമ്പോൾ ഇതിന്റെ ഇത്രയും ഏരിയ കാരണം മാത്രമേ മൊമെന്റ് എടുക്കേണ്ട വരുന്നുള്ളൂ. ഇത്രയും മൊമെന്റ് ഏരിയ ഇൻറ്റു ഇതിന്റെ സെൻട്രോയിഡ് തൊട്ടിട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ എനിക്കിത് എന്താ, ഒരു ട്രപ്പിസോയിഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന്. ഞാൻ ഇതിനെ ഒരു ട്രയാങ്കിളും ഒരു റെക്ടാങ്കിൾ ആയിട്ട് ഇതിനെ ഞാനൊരു റെക്ടാങ്കിളും ട്രയാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മൊമെന്റ് കാണാൻ പറ്റും. ഇനി നമുക്കപ്പം ഈ ഒരു ഓർഡിനേറ്റ് എത്രയാണെന്ന് അറിയണം. മാക്സിമം ഈ ഫ്രീ എൻഡിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഓർഡിനേറ്റ് ആണ് 1800/EI. നമുക്ക് എത്രയാണ് ഈ ഒരു ഓർഡിനേറ്റ് എന്ന് അറിയണം, അതായത് റെക്ടാങ്കിളിന്റെ ഈ ഒരു ഏരിയ. അപ്പം എന്താന്ന് വെച്ചാല് നമുക്ക് എന്താ, നേരത്തെ നമ്മൾ ഇതുപോലെ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ അത് കറക്റ്റ് സെന്ററിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താ, ഹാഫ് എടുക്കാൻ പറ്റി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്യുക. ഇതാ ഈ ഒരു ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് എത്രയാണ് ബിയിൽ ഉണ്ടാവുന്ന മൊമെന്റ്, ആ ഒരു ഓർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് 10 മീറ്റർ, ടോട്ടൽ എന്ന് പറയുന്നത് 15 ആണ് ഇവിടെ തൊട്ട് ഇവിടെ വരെ. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസ് 10 മീറ്റർ. നമുക്ക് സിമിലർ ട്രയാങ്കിൾ എടുക്കുമ്പോൾ മാക്സിമം ഓർഡിനേറ്റ്, അതായത് ഈ ഒരു ട്രയാങ്കിള് വലിയ ട്രയാങ്കിളും ഈ ഒരു ചെറിയ ട്രയാങ്കിളും
വേറെ കളറിൽ വരയ്ക്കണം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ദെൻ വലിയ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പം ആദ്യം എന്താണ്, വലിയ ട്രയാങ്കിളിന്റെ സൈഡ് ഡിവൈഡഡ് ബൈ അതിന്റെ ലെങ്ത്. അപ്പൊ ഇത് എത്രയാ? 1800 ഡിവൈഡഡ് ബൈ EI. ഡിവൈഡഡ് ബൈ EI എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എത്രയാണ് ആ ഓർഡിനേറ്റ് എന്ന് അറിയേണ്ട, വാല്യൂ അല്ലേ അറിയേണ്ടത്. ഡിവൈഡഡ് ബൈ EI പിന്നെ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ 1800 ഡിവൈഡഡ് ബൈ ഈ ലെങ്ത്, ഈ ടോട്ടൽ ലെങ്ത്, വലിയ ട്രയാങ്കിളിന്റെ അല്ലേ ഓർഡിനേറ്റ് 1800. അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഈക്വൽ ടു ചെറിയ ട്രയാങ്കിളിന്റെ ഈ ഒരു ഓർഡിനേറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതെന്താണ്? മൊമെന്റ് അറ്റ് B ഡിവൈഡഡ് ബൈ അതിന്റെ ഇത്രയും ഈ ട്രയാങ്കിളിന്റെ സൈഡ്. അപ്പൊ എത്രയാ? 15 മൈനസ് 10, 5 മീറ്റർ ആണ് അല്ലെ. അപ്പൊ MB ബൈ 5. നമുക്ക് മൊമെന്റ് അവർ ഓർഡിനേറ്റ് അറ്റ് B എന്ന് പറയുന്നത് 1800 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 15 എത്ര വരും? 600 ബൈ EI എന്ന് വരും. അതായത് ഈ ഒരു റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 600 ബൈ EI ആയിരിക്കും. അത് ഞാൻ ഇവിടെ എടുത്ത് എഴുതാം, 600 ബൈ EI. സിമിലർ ട്രയാങ്കിൾസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഓർഡിനേറ്റ് കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് എന്താണ്, ഇത് എത്രയാ? ഇത് 600 ബൈ EI ആണെങ്കിൽ ബാക്കി ഈ ട്രയാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1800 മൈനസ് 600, 1200 ബൈ EI ആയിരിക്കും. ഇനി അപ്പൊ നമുക്ക് സെപ്പറേറ്റ് മൊമെന്റ് കാണാൻ നേരം ഈ റെക്ടാങ്കിൾ എടുക്കാം, ഈ ട്രയാങ്കിൾ എടുക്കാം, അതിന്റെ ഏരിയ ആണ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്യാം. ഇനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേസ്മെന്റ് ആണ് അറ്റ് B. അത് ഞാൻ എന്താ റെപ്രസെന്റ് ചെയ്തത്? ഡെൽറ്റ 1L. ഡെൽറ്റ 1L എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഡ്യൂ ടു 120 കിലോ ന്യൂട്ടൺ പ്ലസ് ഡെൽറ്റ ഡ്യൂ ടു 240 കിലോ ന്യൂട്ടൺ. ഇത് എഴുതണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറഞ്ഞതാ. അറ്റ് B ആദ്യം ഡെൽറ്റ ഡ്യൂ ടു 120 കിലോ ന്യൂട്ടൺ അറ്റ് B എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ നിന്ന്. അപ്പൊ ഇതിന്റെ മൊമെന്റ് ആണ് എടുക്കേണ്ടത്. ഇതിന്റെ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു ഇതിന്റെ സെൻട്രോയിഡ് തൊട്ടിട്ട് B വരെയുള്ള ഡിസ്റ്റൻസ്. ഇതിന്റെ സെൻട്രോയിഡ് ഇവിടെയാന്ന് വെക്കാം. ഈ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ 5 മീറ്റർ ആയിരിക്കും. ആൻഡ് ഇവിടെ നിന്ന് ഇവിടം വരെ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ 2/3. ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 1/3യും റൈറ്റ് എൻഡിൽ നിന്ന് 2/3 ആയിരിക്കും. അപ്പൊ ഇത് എത്രയാ? 2/3 ഇൻറ്റു 5 ആയിരിക്കും. അപ്പം ടോട്ടൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 2/3 ഇൻറ്റു 5. അപ്പൊ ഞാൻ ഇതിന്റെ ഹാഫ് ഇൻറ്റു ട്രയാങ്കിളിന്റെ ഏരിയ ആണ്, ഹാഫ് ഇൻറ്റു കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1200 ബൈ EI ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത്, ട്രയാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5. ഇതെന്താ ഇപ്പൊ കിട്ടിയത്? ഈ ഒരു മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സെൻട്രോയിഡ് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. അതാണ് ഇവിടെ തൊട്ട് ഇവിടെ വരെ 2/3 ഇൻറ്റു 5 പ്ലസ് 5. 2/3 ഇൻറ്റു 5 പ്ലസ് 5. അപ്പം 240 ലോഡ് കാരണം 120 ആണ്, ഇത് 240 ആണ്. ഓക്കെ, 240 എന്ന് പറയുന്ന ലോഡ് കാരണം ഉണ്ടായ മൊമെന്റ് ഡയഗ്രം ആണ് ഇത്. ഇത് ലോഡിംഗ് ആയിട്ട് കൊടുത്തു. അപ്പൊ ഈ മൊമെന്റ് ഡയഗ്രത്തിന്റെ മൊമെന്റ് എടുക്കാം ബിക്ക് അബൌട്ട് ആയിട്ട്. അതാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്, ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് 240 കാരണം ബിയിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് കിട്ടി, പ്ലസ് 120 കാരണം ബിയിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കാണാം. അപ്പൊ 120 കാരണം ഉണ്ടാവുന്നത് കാണാൻ ഇവിടെ എന്താ? റെക്ടാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കാണാം. ആദ്യം ഞാൻ റെക്ടാങ്കിൾ എടുക്കാണ്. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ വിഡ്ത്ത് ഇൻറ്റു ലെങ്ത് 600 ബൈ EI ഇൻറ്റു റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ഇൻറ്റു ഇതിപ്പോ എന്താ? ഏരിയ ആണ് കിട്ടിയിട്ടുള്ളത്. ഏരിയ ഇൻറ്റു ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡ് എവിടെയാണ്? ഈ ലെങ്ത്തിന്റെ ഹാഫ് ആയിരിക്കില്ലേ. അപ്പൊ 10/2 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് ഈ ട്രയാങ്കിൾ കാരണം ഈ ട്രയാങ്കിളിന്റെ വിഡ്ത്ത് എത്രയാ? 1200 ബൈ EI. അപ്പൊ ഇതിന്റെ ഏരിയ കാണാം, ഹാഫ് ഇൻറ്റു 1200 ഡിവൈഡഡ് ബൈ EI ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ. 10 ഇൻറ്റു ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 1/3യും ഇവിടെ നിന്ന് 2/3യും. അപ്പൊ 2/3 ഇൻറ്റു 10
ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 അല്ലേ? 10 ഇൻറ്റു 2/3. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ഡയറക്ട്ലി ഡെൽറ്റ 1L കിട്ടും. ഇത് ഞാൻ സോൾവ് ചെയ്യാണ്. സോൾവ് ചെയ്യാൻ നേരം 1/2 ഇൻറ്റു 1200 എന്ന് പറയുമ്പോൾ 600/EI ഇൻറ്റു 5 ഇൻറ്റു 2/3 ഇൻറ്റു 5 പ്ലസ് 5. ഇത് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് പറയാമോ വാല്യൂ? ആർക്കെങ്കിലും സോൾവ് ചെയ്ത് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ പറയാം. 10 plus 5, 10 plus 15/5, 10 plus 15, 25/3 plus 6000 into 5/EI plus half ഇത് വിട്ട് പോയാൽ 600 into 2/3 into 10, 20/3. എത്രയാണ് ലാസ്റ്റ്? ഇത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തിട്ട് പെട്ടെന്ന് വാല്യൂ അറിയാമോ? ഇത് ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണോ? ഈ ഡെൽറ്റ 1L കണ്ടതില് ഡയറക്റ്റ് കോൺജുഗേറ്റ് ബീം ഏതാണോ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺജുഗേറ്റ് ബീം വരയ്ക്കുക. കോൺജുഗേറ്റ് ബീം വരയ്ക്കുമ്പോൾ മൊമെന്റ് ബൈ EI, M/EI ആയിരിക്കും അതിന്റെ ഓർഡിനേറ്റ്. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആ ഡിസ്പ്ലേസ്മെന്റിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുക്കുക. കോൺജുഗേറ്റ് ബീമിന്റെ മൊമെന്റ് എടുക്കുക. മൊമെന്റ് എടുക്കാൻ നേരം ഇവിടെ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒരു ട്രയാങ്കിളിന്റെ ഒരു സെക്ഷനിൽ കൂടെയാണ് നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് കാണാനായിട്ട് ഇതിനെ ഞാൻ റെക്ടാംഗിളും ട്രയാംഗിളും ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ ആ റെക്ടാംഗിളിന്റെ ഓർഡിനേറ്റ് കാണാനായിട്ട് സിമിലർ ട്രയാംഗിൾ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ദെൻ സെപ്പറേറ്റ് ആയിട്ട് റെക്ടാംഗിൾ കാരണം ഉണ്ടാവുന്ന മൊമെന്റും ട്രയാംഗിൾ കാരണം ഉണ്ടാവുന്ന മൊമെന്റും എടുക്കുക. ക്ലിയർ ആണോ നിങ്ങൾക്കിത്? ആതിര മനസ്സിലായോ പഠിപ്പിച്ചത്? മനസ്സിലായി. എന്നാ ഡെൽറ്റ 1L കാൽക്കുലേറ്റ് ചെയ്തോ? ഇല്ല, ചെയ്യണം. ചെയ്തിട്ട് വാല്യൂ പറഞ്ഞിട്ട്. Miss, 95,000/EA ആണ്. ഓക്കെ, 95,000/EA. ഇനി ഇത് ഓക്കെ ആതിര. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഡെൽറ്റ കിട്ടി. ഇനി നമ്മൾ ഈ ഡെൽറ്റയുടെ ഡയറക്ഷൻ കൂടെ നോക്കണം. അതായത് നമ്മളെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ബിയിൽ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആയിരുന്നു. VB എന്ന് പറയുന്നത് എന്താ? അപ്വേർഡ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മളെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് ലോഡ് ആയിരുന്നു അല്ലേ? നോക്കാം, ഇവിടെ ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്തത് ഈ ലോഡ് കാരണമുള്ളതാ. ഈ ലോഡ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇവിടെ ഇപ്പം ഈ ലോഡ് കാരണം ഇതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ് വരിക. ബട്ട് നമുക്ക് ഉള്ള ലോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പം അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ലോഡ് ആക്ട് ചെയ്താൽ ആക്ച്വലി ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? മുകളിലേക്കാണ്, അപ്വേർഡ് ഡയറക്ഷനിലാണ്. ബട്ട് ഇവിടെ ഉണ്ടായ ഡിഫ്ലക്ഷൻ എന്താണ്? താഴോട്ടാണ്. അതായത് ബിയിൽ ഉണ്ടായത് ശരിക്കും ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. ആ ഡയറക്ഷനിൽ ആണ് ശരിക്കും ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. നമ്മൾ കണ്ടുപിടിച്ചത് എക്സ്റ്റേണൽ ലോഡ് കാരണമാണ്. എക്സ്റ്റേണൽ ലോഡ് കാരണം ബിയിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈ കോർഡിനേറ്റിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് അപ്വേർഡ് ഡയറക്ഷനിലല്ല, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ആ ഒരു ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കോർഡിനേറ്റിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന് ഞാനിവിടെ മൈനസ് എന്നൊരു സൈനും കൂടെ കൊടുക്കും. ഓക്കെ അല്ലേ?
അതായത് നമ്മൾ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോ ഡയറക്ഷനിലുള്ള ഒരു കോർഡിനേറ്റ് ആണ്. നമ്മളിവിടെ എക്സ്റ്റേണൽ ലോഡ് കാരണം ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാ, അതായത് നമ്മുടെ കോർഡിനേറ്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസ് കൊടുക്കും. കോർഡിനേറ്റിന്റെ ഡയറക്ഷൻ ആണ് ശരിക്കും പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഇപ്പൊ ഡെൽറ്റ 1L കിട്ടി, ഡെൽറ്റ 2L ഇതുപോലെ തന്നെ കാണാം. ഡെൽറ്റ 2L എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇപ്പൊ നമ്മൾ ഇതേ ഡയഗ്രാം തന്നെ യൂസ് ചെയ്താൽ മതി. ഡയഗ്രാം വെച്ചിട്ട് നമ്മളിപ്പോ ബിയിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്ടത്, അതുപോലെ സിയിലെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. അതായത് മൊമെന്റ് കാണുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സി കാണാം, ഇവിടെയും വിത്ത് റെസ്പെക്ട് ടു സി. ഇവിടെ നമ്മൾ സിക്ക് അബൌട്ട് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ ഈ ടോട്ടൽ ട്രയാങ്കിളിന്റെ ഏരിയ എടുത്താൽ മതി. അപ്പൊ നമുക്ക് പിന്നെ സിക്ക് മൊമെന്റ് കാണാൻ നേരം ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഞാൻ ഇതിനകത്ത് മൊമെന്റ് എഴുതാം. ഡെൽറ്റ 2L എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് സിക്ക് അബൌട്ട് ആയിട്ടാണ് വേണ്ടത്. ഇതാണ് സി എന്ന് പറയുന്ന പോയിന്റ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ 2/3 ഇൻറ്റു 5, 2/3 ഇൻറ്റു 5 പ്ലസ് ഇവിടെ തൊട്ട് ഇവിടെ വരെ 15. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇതിന്റെ സെന്ററിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെ, ആൻഡ് ഇവിടം വരെ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 2/3 ഇൻറ്റു ഇതിന്റെ കോർഡിനേറ്റ്, അതായത് 10 പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് 5 ആണ്, 5. ഇതായിരിക്കും എന്ത് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് വരുന്നത്. ഏതാണോ ട്രയാങ്കിളിന്റെ വിത്തിന്റെ 2/3 ആയിരിക്കും അതിന്റെ എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ്. ദെൻ ബാക്കി എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അത് ആഡ് ചെയ്യുക. അപ്പൊ ടോട്ടൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടും. ഇനി ഞാൻ എഴുതാൻ നേരം ഇതിന്റെ ഏരിയ, ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും. ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു 1200 ഡിവൈഡഡ് ബൈ EI ഇൻറ്റു 5. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാത്രം ചേഞ്ച് ചെയ്യും. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് 2/3 ഇൻറ്റു 5 പ്ലസ് 15. അപ്പം ഈ ഒരു ലോഡ് കാരണം ഉണ്ടാവുന്ന സിയിലുണ്ടാവുന്ന മൊമെന്റ് കിട്ടി, അല്ലെങ്കിൽ സിയിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. ദെൻ സെക്കൻഡ് ലോഡ് കാരണം ഈ ടോട്ടൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് എനിക്ക് കാണുന്നത്. ടോട്ടൽ ട്രയാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ആൻഡ് ടോട്ടൽ ഓർഡിനേറ്റ് 1800 ബൈ EI. അപ്പൊ ഏരിയ എടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു 1800 ഡിവൈഡഡ് ബൈ EI ഇൻറ്റു ട്രയാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 15 മീറ്റർ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ സെന്ററോട് തൊട്ട് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ടുള്ള സി വരെയുള്ള ഡിസ്റ്റൻസ് 2/3 ഇൻറ്റു 10 പ്ലസ് 5. ഇത് ചെയ്താൽ എന്ത് കിട്ടി? ഡെൽറ്റ 2L കിട്ടി. കാൽക്കുലേഷൻ ചെയ്യാൻ നേരം 600 ഇൻറ്റു 5 3000 ഡിവൈഡഡ് ബൈ EI ഇൻറ്റു 2 ഇൻറ്റു 5 10 പ്ലസ് 45 55/3 പ്ലസ് 900 ഇൻറ്റു 15 ബൈ EI. കാൽക്കുലേറ്റർ ചെയ്തോളൂ പെട്ടെന്ന്. 20 പ്ലസ് 15 എന്ന് പറയുമ്പോൾ എത്ര വന്നു? ഇതാണോ വാല്യൂ വരിക? സിമിലർലി ഇവിടെ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ സി എന്ന് പറയുന്നതും എക്സ്റ്റേണൽ ലോഡ് കാരണം ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ബട്ട് നമ്മുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പം കോർഡിനേറ്റ് ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് ഞാൻ അതിനെ മൈനസ് എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ? ഇത്രയേ ഉള്ളൂ. ഇതില് ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം തീർന്നു. ഇനി നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിയുടെ വാല്യൂ കിട്ടി ഡയറക്ട്ലി. ഇപ്പൊ എനിക്ക് എന്താണ് ഡെൽറ്റ 1L ഉം ഡെൽറ്റ 2L ഉം കിട്ടി. ഞാൻ ഇതിനെ മെട്രിക്സ് ഫോമിൽ എഴുതാണ്. ഡെൽറ്റ 1L-നെയും ഡെൽറ്റ 2L-നെയും ഇവിടെ എഴുതാം. മൈനസ് ഓഫ് ഇത് ഇക്വേഷൻ പെർ, ഈ മൈനസ് ഇവിടെ വന്നിട്ടുള്ളത്
ആസ് പെർ ഇക്വേഷൻ ആണ്. നമ്മൾക്ക് ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ ജെ മൈനസ് ഡെൽറ്റ എൽ എന്ന്. ഡെൽറ്റ ജെ എന്ന് പറയുന്നത് സപ്പോർട്ടിന്റെ സെറ്റിൽമെന്റ് മൈനസ് ഡെൽറ്റ എൽ. സോ മൈനസ് ഓഫ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഡെൽറ്റ 1L എന്ന് പറയുന്നതിന്റെ വാല്യൂ മൈനസ് ആണ്. ഡെൽറ്റ 2Lന്റെ വാല്യൂ മൈനസ് ആണ്. എന്താണ് ഡെൽറ്റ 1L എന്ന് പറയുന്നത്? മൈനസ് 95,000/EI ആൻഡ് ഡെൽറ്റ 2L എന്ന് പറയുന്നത് മൈനസ് 257,500 ഡിവൈഡഡ് ബൈ EI. ഇതാണ് നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ വരാം. ഇതിൽ നിന്ന് ഞാൻ മൈനസ് വെച്ചിട്ട് ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെല്ലാം പോസിറ്റീവായി. ദെൻ 1/EI കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 1/EI ഇൻറ്റു 95,000. ഇതാണ് എന്റെ ഡെൽറ്റ എൽ എന്ന് പറയുന്ന മെട്രിക്സ് ഓർ ഡെൽറ്റ മെട്രിക്സ്. ഡെൽറ്റ മെട്രിക്സ് കണ്ടുപിടിച്ചത് ക്ലിയർ ആയോ? ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡെൽറ്റ മെട്രിക്സ് സെറ്റിൽമെന്റിന്റെ സപ്പോർട്ട് കാരണം ഉണ്ടാകുന്ന സെറ്റിൽമെന്റ് തന്നാൽ ഈ മെട്രിക്സ് കൂടെ കൺസിഡർ ചെയ്യണം. ഇല്ലെങ്കിൽ മൈനസ് ഓഫ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ലോഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ 1L ഉണ്ട്, ഡെൽറ്റ 2L ഉണ്ട്. ഡെൽറ്റ 1L എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് 1ലുള്ള ഡിസ്പ്ലേസ്മെന്റ്, ഡെൽറ്റ 2L എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് 2ൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഓരോ കോർഡിനേറ്റിലെയും ഡിസ്പ്ലേസ്മെന്റ് കാണാനായിട്ട് ഞാൻ ലോഡിനെ സെപ്പറേറ്റ് ആക്കി വരച്ചു. എന്നിട്ട് ആ ഒരു ലോഡ് കാരണം ഉണ്ടാകുന്ന കോൺജുഗേറ്റ് ബീം M/EI ഡയഗ്രാം വരയ്ക്കുക. ആ M/EI ഡയഗ്രത്തിന്റെ മൊമെന്റ് ഏതിൽ അബൌട്ട് ആയിട്ടാണോ നമുക്ക് വേണ്ടത് അതിന്റെ മൊമെന്റ് എടുത്താൽ ദെൻ രണ്ട് കേസിലും കൂടെ ആഡ് ചെയ്താൽ ഡെൽറ്റ 1L കിട്ടും. ആൻഡ് സിക്ക് അബൌട്ട് ആയിട്ട് ഓർ കോർഡിനേറ്റ് 2ന് അബൌട്ട് ആയിട്ട് നമ്മൾ മൊമെന്റ് എടുത്ത് ആഡ് ചെയ്താൽ ഡെൽറ്റ 2L കിട്ടും. അതിന് ഞാൻ മെട്രിക്സ് ഫോമിൽ എഴുതും. ദെൻ കിട്ടിയ വാല്യൂ നമുക്ക് എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. ബട്ട് നമ്മുടെ കോർഡിനേറ്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലോഡാണ്. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഞാൻ അതിന് മൈനസ് എന്നുള്ള സൈൻ കൊടുത്തു. ദെൻ അത് വാല്യൂ എടുത്ത് എഴുതുമ്പോൾ മൈനസ് ഓഫ് -9500 ആൻഡ് -25700. എന്നിട്ട് നമുക്ക് മൈനസിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ വാല്യൂസ് പിന്നെ പോസിറ്റീവായി 1/EI ഞാൻ പുറത്തേക്ക് എടുത്തു. ഇതാണ് എന്റെ ഡെൽറ്റ മെട്രിക്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് കൂടെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. അതായത് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, നമുക്ക് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഡെൽറ്റ കിട്ടി, എഫ് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മളായിട്ടുള്ള റിഡൻഡന്റ് ഫോഴ്സുകളാണ്. റിഡൻഡന്റ് ഫോഴ്സ് കിട്ടാനായിട്ട് ഇക്വേഷൻ എന്താണ്? എഫ് ഇൻറ്റു പി ഈക്വൽ ടു ഡെൽറ്റ എന്നാണ്. അപ്പം എഫ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഡെൽറ്റ കിട്ടിയിട്ടുണ്ട്. പി മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇൻറ്റു പി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ P1 P2 നമ്മളുടെ റിഡൻഡന്റ് ഫോഴ്സുകൾ ഈക്വൽ ടു ഡെൽറ്റ. ഈ എഫ് മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെൽറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് P1 P2 കണ്ടുപിടിക്കുക. ഓക്കെ, ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് വരാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇത് ഇന്ന് പഠിപ്പിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അശ്വിനി ഉണ്ടോ? ഓക്കെ, ശ്രദ്ധിച്ചായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ പഠിച്ചു നോക്കാട്ടോ വീട്ടിൽ. ഓക്കെ, ഞാൻ റെക്കോർഡ് ക്ലാസ് ഇന്ന് അപ്ലോഡ് ചെയ്യാം. ഈ ആഴ്ചത്തെ ഒന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ ചെയ്തോളൂ. താങ്ക് യു. ഓക്കെ, നിഷ അന്താരാഷ്ട്ര പ്രശ്നം